ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു എക്സാം ഡേ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാം ഇന്നത്തെ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? ബുദ്ധിമുട്ടായിരുന്നോ? ഇനി ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ വിഷമിക്കേണ്ട, അടുത്ത വട്ടം നമുക്ക് ശരിയാക്കാം കേട്ടോ. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ എക്സാം രണ്ടുപേരുടെയും കഴിഞ്ഞു. അന്നത്തെ ദിവസം 2 പരീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ പഠിക്കാനും ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ പരീക്ഷ, അതായത് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവർക്ക് ഓരോ പരീക്ഷ വെച്ചിട്ടുള്ളൂ, അതൊരു ഭാഗ്യമായി. മാത്രമല്ല ഇസയുടെ എക്സാം രാവിലെയാണ്, റോസൂനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. അപ്പോൾ ഇസ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റു. കാരണം കാലത്തുള്ള പരീക്ഷയ്ക്ക് നമ്മൾ നേരത്തെ എഴുന്നേറ്റാലാണ് കുറച്ച് നമ്മുടെ പഠിച്ചതൊക്കെ ഒന്ന് റെഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏത് എക്സാമാണ് ഇഷ്ടം? കാലത്താണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണോ? എനിക്ക് പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ കാലത്ത് കുറേ നേരം പഠിക്കാൻ കിട്ടണ പോലെ എനിക്ക് തോന്നും. എന്നാൽ ഉച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു ഉറക്കക്ഷീണം പോലും തോന്നാറുണ്ട് കേട്ടോ. കാരണം കുളിച്ച് ഫ്രഷായി പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ അങ്ങനെയും തോന്നും. ശരിക്കും എന്തോ ഉച്ചയ്ക്കായിരുന്നു ഇഷ്ടം. പക്ഷേ ഇസയ്ക്ക് ഇഷ്ടം കാലത്താണ്. അവൾ പറയുന്നത് രാവിലെയാണ് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെന്നാണ്. അങ്ങനെ ഇസ അന്ന് എഴുന്നേറ്റുണ്ടായിരുന്നത് 5:30 മണിക്കാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം കിടക്കണതിൻ്റെ ടൈം അനുസരിച്ച് രാവിലത്തെ ടൈം നമ്മൾ എഴുന്നേൽക്കണത് പ്ലാൻ ചെയ്യണത്. ഇസയ്ക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ലേറ്റായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമില്ല, കുറേ നേരത്തെ എഴുന്നേൽക്കണത് ഇഷ്ടമില്ല. അപ്പോൾ ഇടയിലുള്ളൊരു ടൈമാണ് വിചാരിച്ചത്. അപ്പോൾ കാലത്ത് നിന്ന് ചില ദിവസങ്ങളിൽ ട്യൂഷൻ ഉണ്ടാവാറുണ്ട്, എക്സാം സമയത്ത് ചില ദിവസം ഉണ്ടാവാറില്ല. ബാക്കിയുള്ള ദിവസം നോർമൽ ദിവസത്തെ ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്നില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഫോണിൽ ഓൺലൈനിൽ ലൈവായിട്ട് ഫ്രീ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുമല്ലോ, കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ഇരുന്ന് ഇങ്ങനെ കണ്ടിട്ട് അതിലിരുന്ന് ഡൗട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, പിന്നെ മോർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, അതൊക്കെയാണ് ചെയ്യണത്. പിന്നെ നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിന് കിട്ടിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ട്യൂഷൻസ്, അതുപോലെ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ കിടക്കുന്ന ക്ലാസ്സുകൾ. നമുക്ക് എന്തെങ്കിലും ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടുപിടിച്ച് പഠിക്കാൻ പറ്റും. പണ്ടൊന്നും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, ചിലപ്പോൾ ചിലരൊക്കെ ട്യൂഷന് പോകുന്നുണ്ടാവും, പിന്നെ കിട്ടുന്ന ഗൈഡുകൾ അങ്ങനെ എന്തെങ്കിലും, അതൊക്കെ ഒരു മോഡലേ ഉണ്ടാവുള്ളൂ. അതിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എക്സാമിന് ഇരിക്കുമ്പോഴാവും വെറൈറ്റി ക്വസ്റ്റ്യനൊക്കെ വരാം. അതോടുകൂടി നമുക്കൊന്നും പെട്ടെന്ന് ആകെ ഒരു ടെൻഷനാവും, പ്രത്യേകിച്ച് മാത്സൊക്കെ. പക്ഷേ ഇപ്പോഴും ടഫുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എനിക്കറിയാം. അതുപോലെ സിലബസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ടായാലും പഠിക്കാം. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് യൂസ് ചെയ്യാനുണ്ട്. അതിൽ പെട്ട നല്ലൊരു കാര്യമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം നമ്മൾ നന്നായി പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് അത് ഏത് ട്യൂഷന് പോയാലും ഓൺലൈനിൽ പോയാലും പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം ഈ ക്ലാസ് കണ്ടാലാണ് അത് ഉപയോഗപ്പെടുള്ളൂ കേട്ടോ. അല്ലാതെ ക്ലാസ് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന്. പക്ഷേ ചിലപ്പോൾ നമ്മൾ മനസ്സിലേക്ക് വെറുതെ കയറിയിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്ത് നോക്കണം, അല്ലാതെ ക്ലാസ് മാത്രം കണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ പഠിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ നടന്നൊന്ന് ഉഷാറായി വന്നു കഴിഞ്ഞ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പൗച്ചിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും വെച്ചു പേഴ്സിൽ. അപ്പോൾ നമ്മൾ SLC എക്സാമിന് പോകുമ്പോൾ പലരും എന്നോട് കമൻറ്റിൽ പറഞ്ഞു ഇങ്ങനത്തെ ക്ലിയർ പൗച്ചാണ് നല്ലതെന്ന്. ഇപ്പോൾ ഇത് ഫൈനലല്ല, എന്നാലും ഓണപ്പരീക്ഷ ആണെങ്കിലും ആ ഒരു പൗച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെക്സ്റ്റും നോട്ടും ഒരു വെള്ളം കുപ്പിയും വെച്ചിട്ടുണ്ട്. പിന്നെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ എത്തിക്കഴിയുമ്പോൾ പലരും നമ്മളിങ്ങനെ ഫ്രണ്ട്സായാലും ഇങ്ങനെ ടെൻഷനിലൊക്കെ കിടന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും പോർഷൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ടെൻഷൻസ് പറയും. നമ്മളത് കേട്ടൊന്ന് പേടിക്കണ്ട. നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് പ്രോപ്പറായിട്ട് എഴുതിയിട്ട് വരിക. പിന്നെ കിട്ടണ മാർക്ക് കിട്ടട്ടെ. നമ്മൾ അവരൊക്കെ പറയുന്നത് കേട്ട് പേടിക്കാനും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യൂണിഫോമും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് ഒക്കെ വെച്ച് പോയി ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇസ റെഡിയാവാൻ പോയ നേരം കൊണ്ട് റോസും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഉച്ചയ്ക്ക് എക്സാം ആയതുകൊണ്ട് കുറേ നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. പിന്നത്തെ കാര്യം അവൾക്കാണെങ്കിൽ അന്നത്തെ ദിവസം തുമ്മലും എന്തോ നീർവീഴ്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അവൾക്ക് അതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ എക്സാം സമയത്ത് ചില സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വയ്യായ വന്നാൽ പിന്നെ നമുക്കൊരു ഉഷാറുണ്ടാവില്ല സാധാരണത്തെ ദിവസം പോലെ. അപ്പോൾ അങ്ങനെയായിരുന്നു റോസുവിന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചിലർ എൻ്റെ കമൻസിൽ ഇങ്ങനെ പറഞ്ഞ് കണ്ടിരുന്നു, ഞാൻ കുട്ടികൾ ഞങ്ങൾക്ക് പനി വന്നു ആൻറ്റി, അതുകൊണ്ട് ഒരു ഉഷാറില്ല എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ മരുന്നൊക്കെ കഴിച്ച് പറ്റുന്ന പോലെ നോക്കിയിട്ട് പഠിക്കുക. ഇപ്പോൾ എന്താ ചെയ്യുക, വയ്യായി വന്ന് എന്ത് ചെയ്യുക അല്ലേ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലോട്ട് പോകാനായിട്ട് ഇസ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം സമയത്ത് നമ്മൾ പരമാവധി നേരത്തെ തന്നെ എത്താം. കാരണം നമ്മൾ ലേറ്റായിട്ടൊക്കെ എത്തിക്കഴിയുമ്പോഴേ നമ്മൾ എന്തോരം പഠിച്ചാലും അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അതിൻ്റെ അതൊക്കെ പെട്ടെന്ന് മറക്കുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി വെച്ച് എക്സാം എഴുതിയാലാണ് നമ്മൾ ഇനി പഠിച്ചത് എന്തെങ്കിലും തന്നെ നമുക്ക് ഓർമ്മ വരുള്ളൂ. അങ്ങനെ ഇസ ഫുൾ റെഡിയായി എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ലാസ്സിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റോസു പഠിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ റോസുവിന് അന്നത്തെ ദിവസം ഹിന്ദി ആയിരുന്നു, ഇസയ്ക്ക് കെമിസ്ട്രി ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഹിന്ദി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ കൂടി എഴുതാൻ പറ്റും. നമ്മൾ ഈ ചാപ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് വായിക്കാണ്ടാവുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് പാരഗ്രാഫിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ പറ്റാത്ത. അപ്പോൾ നന്നായിട്ട് ഹിന്ദി ടെക്സ്റ്റ് വായിക്കുക കേട്ടോ, എന്നിട്ട് പഠിക്കുക, അപ്പോൾ കുറച്ചും കൂടി കിട്ടും. അപ്പോൾ എന്തായാലും അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ അവൾ പറഞ്ഞതാണ് അവർ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് റോസ് ഉണ്ടാക്കിക്കൊണ്ടുണ്ടായിരുന്നൊരു കുഞ്ഞ് പ്രൊജക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള മോഡൽ വീടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞ് മഷ്റൂം ഹൗസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഫെയറി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യാം കേട്ടോ. സിമ്പിൾ പരിപാടി കേട്ടോ, കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്, പക്ഷേ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ അത് അവൾ കാണിച്ചു തരാൻ പറഞ്ഞോട് കാണിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് നേരം പഠിച്ചു, പിന്നെ ഇത്തിരി നേരം ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും ബാക്കിയിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോർ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. റോസു പിന്നെ നേരത്തെ ഫുഡ് കഴിച്ചു, കാരണം എക്സാം 1:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുൻപേ എത്തണമല്ലോ. അപ്പോൾ ഫുഡൊക്കെ വേഗം കഴിച്ച് കുളിച്ച് ഫ്രഷായി റെഡിയായി ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവൾ റെഡി ആവുന്ന നേരം കൊണ്ട് ഈസ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് വന്നിട്ട് എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഏതോ 2-3 ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അപ്പോൾ അത് ആണോ എന്ന് അറിയാൻ അവൾ ഫോണിലിരുന്ന് ഇപ്പോൾ തന്നെ ആൻസർ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ ചെക്ക് ചെയ്യാൻ, അതിന് ഇപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നിൽക്കണം, വെറുതെ ടെൻഷൻ ആവാനായിട്ട്. അപ്പോൾ പറഞ്ഞു എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ അതെ ഇത്രയും നാൾ വരെ റോസുവിന് കാലത്തായിരുന്നു എപ്പോഴും പരീക്ഷ. ഉച്ചയ്ക്ക് അവൾ പരീക്ഷയ്ക്ക് വളരെ അപൂർവമാണ് പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും കാലത്ത് തന്നെയായിരുന്നു പരീക്ഷ. ഇസയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ ആവാറ്. ഈ കൊല്ലം നേരെ ട്വിസ്റ്റായി. ഇസയ്ക്ക് മിക്ക പരീക്ഷയും കാലത്ത് തന്നെയാണ്, റോസുവിനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷകൾ ഈ പ്രാവശ്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ റോസു എക്സാമിന് വേണ്ടിയിട്ട് പോയി. ഇസയാണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞ കാരണം സന്തോഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതാണ്ട് അടുത്ത ആഴ്ച പരീക്ഷ ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിലാണ്. കാരണം 2 പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും 2 അല്ല കേട്ടോ 3 എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് ക്ഷീണമായി. അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കാൻ ആർക്കും തോന്നില്ല, കാരണം 2 ദിവസം മുടക്കുണ്ടല്ലോ. അപ്പോൾ പിന്നെ പതുക്കെ പഠിക്കാനും തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കുന്ന ടൈമായിരുന്നു. ലഞ്ച് കഴിക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് നേരം ടി വിയിൽ എന്തെങ്കിലും ഇങ്ങനെ കണ്ടിരിക്കും കേട്ടോ. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, സാറ്റർഡേ സൺഡേ മുടക്കമാണ്, നമുക്ക് പഠിക്കാം. പക്ഷേ ഇന്ന് ഫ്രൈഡേയും കൂടി കുറച്ചൊന്ന് പഠിച്ചോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശനിയും ഞായറും എന്തെങ്കിലുമൊക്കെ വല്ല തിരക്ക് വന്നാൽ പഠിക്കുന്ന ടൈം പോയാൽ പിന്നെ നമുക്ക് അടുത്ത ആഴ്ച ഫുൾ ടെൻഷനാവും. കാരണം വലിയ സബ്ജക്റ്റൊക്കെ അടുത്ത ആഴ്ച വരണേ ഉള്ളൂ. നമ്മുടെ മാത്സ് സോഷ്യൽ ഒക്കെ കെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഇത്തിരി ഉഴപ്പിയാൽ എന്ത് പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് റെസ്റ്റൊക്കെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഒരു 4:30 കഴിയുമ്പോൾ പഠിക്കാനായിട്ടും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് ആ ആഴ്ചയിൽ വരില്ല, അല്ലെങ്കിൽ നമ്മൾ ആകെ പണി കിട്ടും. അങ്ങനെ റോസും എക്സാം കഴിഞ്ഞ് വന്നു. അങ്ങനെ നമ്മുടെ 3 പരീക്ഷ ഇതുവരെ ഇവരുടെ 2 പേരുടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഓരോ എക്സാമായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് റോസു ഇരിക്കുന്ന ടൈമാണ്. ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മുടെ പതിവ് ദിവസം പോലെ തന്നെ നമ്മൾ കുറച്ച് നേരം വൈകുന്നേരം ഇരുന്ന് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു എക്സാം ഡേ ഇത്രയും വിശേഷങ്ങളാണ് ഉള്ളൂ. ഇത്രയും വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എക്സാം ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, വേറെ കുറേ കാര്യങ്ങളൊന്നുള്ള ദിവസങ്ങളല്ല. അപ്പോൾ നിങ്ങളുടെ എക്സാം ദിവസവും ഇങ്ങനെ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.